Hi everyone, I am Dr.Reema Padmakumar. നമുക്ക് ഇന്നൊരു പുതിയ ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാം. ഒരു പുട്ടപ്പ് സ്റ്റൈലാണ്. ക്രിസ്ത്യൻ ബ്രൈഡൽ ആയിട്ട് ചെയ്യാം, നമുക്ക് പാർട്ടി ഹെയർ സ്റ്റൈലായിട്ട് ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പുതിയ മോഡൽ ഫ്രണ്ട് വേരിയേഷൻ ലൈൻസ് വരുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ലൈൻ ഫ്രണ്ടിൽ ആ വേരിയേഷൻ വരുന്ന രീതിയിലുള്ള ഒരു പുതിയ ഹെയർ സ്റ്റൈലിലേക്ക് കാണാം. ഹെയർ സ്റ്റൈലിൻ്റെ ആദ്യം മിഡിൽ പാർട്ടീഷൻ എടുത്ത് എപ്പോഴും ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരും. മിഡിൽ പാർട്ടീഷൻ ചെയ്തിട്ട് ഫ്രണ്ട് സെക്ഷൻ ഇയർ ടു ഇയർ കംപ്ലീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടു. അപ്പോൾ ഫ്രണ്ട് വേരിയേഷൻ്റെ ഇത്രയും രണ്ട് സെക്ഷനായിട്ട് മാറ്റിയിട്ടുണ്ട്. 3 സെക്ഷൻ ഇപ്പോൾ മാറ്റി വെച്ചു. ഇത് രണ്ട് സെക്ഷൻ, ഇതൊരു സെക്ഷനുകൾ മാറ്റി. ഇത് പോണി ടെയിൽ, ലോ പോണിയാണ് ചെയ്യുന്നത്. ലോ പോണി ടെയിൽ ചെയ്തതിന് ശേഷം നമ്മളൊരു ഡോണറ്റ് ഇനി അതിലൊരു ഡോണറ്റ് ഫിറ്റ് ചെയ്യും. ചെറിയ ചെറിയ ലൂപ്പിൽ വെച്ച് ഡോണറ്റ് ഡോണറ്റിൻ്റെ കംപ്ലീറ്റ് ഹെയർ വെച്ചിട്ട് ബാക്കിലുള്ള ഹെയർ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് സ്പ്രേ ചെയ്ത് വെക്കുക. ഹെയർ നെറ്റ് വെച്ച് മുടി കംപ്ലീറ്റ് കവർ ചെയ്ത് വെക്കുക. ഇത് സെക്കൻഡ് സെക്ഷൻ. ആദ്യം ഒരു ഫസ്റ്റ് സെക്ഷൻ ഇയർ ടു ഇയർ മാറ്റി അടുത്ത സെക്ഷൻ്റെ ഹെയറിൽ നിന്ന് ഒരു സി സെക്ഷൻ എടുത്തു. ഇനി ഇതിനെ ഓരോ ചെറിയ സെക്ഷനായിട്ട് ബാക്ക് കോമ്പിങ് ചെയ്ത് ഹൈറ്റ് കൊടുക്കുക. ഇത് റൂട്ട് കോമ്പിങ് ചെയ്യാൻ സൗകര്യത്തിനാണ് ഈ പൗഡർ ഇടുന്നത്. ഓരോ റൂട്ട് കോമ്പിങ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യും. അടുത്ത് വീണ്ടും ആ സി സെക്ഷൻ ഓരോരോ സ്മോൾ സെക്ഷൻ വീതം ഹൊറിസോണ്ടൽ സെക്ഷൻ എടുത്താണ് ചെയ്യുന്നത്. ഈ സമയം നല്ല ഫിനിഷിങ് സ്പ്രേ അടിക്കണം, നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടി. ഈ സ്പ്രേ അടിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പിൽ വെച്ച് വേണം, ക്ലോസ് ആയിട്ട് വെച്ച് സ്പ്രേ ചെയ്യരുത്. ഒരു ഏത് സ്പ്രേ ആയാലും ഫിനിഷിങ് സ്പ്രേ ആയാലും ശരി തന്നെ ഈ സ്പ്രേ ആയാലും ഇത് മീഡിയം ഫിനിഷിങ് സ്പ്രേ ഷൈൻ സ്പ്രേ അടിച്ച ശേഷം ചെറിയ ലൈൻസ് ഓരോരോ ലൈൻസ് ചെറിയ ചെറിയ ലൈൻസ് ഒരു സൈഡ് ലൈൻ എടുത്ത് കഴിഞ്ഞ ശേഷം അടുത്ത സൈഡ് എടുക്കും.
പെർഫെക്റ്റ് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ യൂട്യൂബ് വെച്ചിരിക്കുന്നത്. ചെയ്ത് കൊടുക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു ബോ പെൻസ് വെച്ചിട്ട് ഇതിനെ സെക്യൂർ ചെയ്യാം. ഇവിടെ ഒരു തൽക്കാലം ഒരു ക്ലിപ്പ് മാത്രമാണ് വെച്ചേക്കുന്നത്. ക്ലിപ്പിന് പുറകിലായിട്ട് പിൻ ചെയ്യുക. ഇനി ഈ ഓരോന്നും റിമൂവ് ചെയ്യുക. ഏകദേശം ഒരു ലൈൻ വന്നതിന് ശേഷം ഈ സെക്ഷൻ്റെ ബാക്കിയുള്ള ഹെയർ രണ്ടും എടുത്ത് സിക്സ് ആഗിൽ ക്രോസ് ചെയ്ത് ഇവിടെ വെച്ചൊരു പിൻ. ഫ്രണ്ട് സെക്ഷൻ എടുത്തിട്ട് അവിടെ നിന്ന് മിഡ് ഐബ്രോസ് എന്നൊരു ബോക്സ് സെക്ഷൻ എടുത്തു. ഇതാണ് ഈ ബോക്സ് സെക്ഷൻ ഹെയർ. ഈ രണ്ട് സൈഡും ബാലൻസ് ഉണ്ട്, ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഈ സെക്ഷനിലാണ് ഇനി വർക്ക് ചെയ്യുന്നത്. ഈ സെക്ഷനിലാണ് ഒരു ഡയഗണൽ സെക്ഷൻ എടുക്കുന്നത്. ബാക്ക് ഔട്ട് ചെയ്യുക. റൂട്ട് കോമ്പിങ് ചെയ്യുന്നു, സ്പ്രേ ചെയ്യും. ഓരോ തവണ റൂട്ട് കോമ്പിങ് ചെയ്തതിന് സ്പ്രേ ചെയ്യും. ഓരോ സെക്ഷൻ എടുത്ത് റൂട്ട് കോമ്പിങ്. ബോക്സ് സെക്ഷനിൽ സ്മോൾ ആയിട്ട് ഡയഗണൽ സെക്ഷനായിട്ട് എടുത്തിട്ട് ടൈറ്റ് കോമ്പിങ് ചെയ്യാം. ബോക്സ് കംപ്ലീറ്റ് ആവുന്നവരെ ഡയഗണൽ ബാക്ക് കോമ്പിങ് ആണ് ചെയ്യുന്നത്. ഡയഗണലായിട്ട് മുടി പിടിച്ചിട്ടാണ് ബോക്സ് സെക്ഷൻ ബാക്ക് കോമ്പ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഇവിടെ ബാലൻസ് ഹെയറിൽ കുറച്ച് വർക്ക് ചെയ്യണം. വെർട്ടിക്കലായിട്ട് ബാക്ക് വെർട്ടിക്കലായിട്ട് പിടിച്ചിട്ട് 180 ഡിഗ്രിയിൽ ബാക്ക്. ഇഷ്ടപ്പെട്ടു. അതിന് പാർട്ടി ലുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സിമ്പിൾ പാർട്ടി ലുക്ക് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊരു ഗ്രാൻഡ് ഇവന്റിനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ
മേക്ക് ഓവർ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ആൻറ്റി ഇതിൽ ലൈൻ വേരിയേഷൻ ക്രൗൺ പോർഷനിൽ ചെയ്തു. അതുപോലെ തന്നെ ഫ്ലവർ ബണ്ണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ആൻറ്റിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ സൂപ്പർ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ആൻറ്റി. താങ്ക് യു.